അന്നു പെയ്യുന്ന മഴ രഞ്ജിനിയുടെ മനസ്സുപോലെയായിരുന്നു. പെയ്തൊഴിയാൻ മടിച്ചെങ്ങോട്ടെന്നില്ലാതെ അത് പെയ്തുകൊണ്ടേയിരുന്നു. 35 വർഷത്തെ ജീവിതത്തിൽ ഭൂരിഭാഗവും മറ്റുള്ളവർക്കു വേണ്ടി ജീവിച്ചവളായിരുന്നു അവൾ. തനിക്കായി സ്വപ്നങ്ങൾ കണ്ടപ്പോഴും അതൊന്നും സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെന്ന യാഥാർത്ഥ്യം അവളെ വല്ലാതെ മുറിവേൽപ്പിച്ചു. രഞ്ജിനി ഒരു ഹിന്ദി അധ്യാപികയാണ്, വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട ടീച്ചർ. എന്നാൽ സ്കൂളിനു പുറത്തുള്ള ജീവിതം അത്ര സന്തോഷകരമായിരുന്നില്ല. അവളുടെ അമ്മയ്ക്ക് രഞ്ജിനിയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലെന്ന ചിന്ത വലിയൊരു ഭാരമായിരുന്നു. രഞ്ജിനിയുടെ 2 അനിയത്തിമാരായ ജാനകിക്കും പാർവതിക്കും വേണ്ടിയാണ് അമ്മയുടെ ശ്രദ്ധ മുഴുവൻ. രഞ്ജിനി അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ഉപയോഗിച്ച് അമ്മ അനിയത്തിമാർക്ക് സ്വർണവും പട്ടുവസ്ത്രങ്ങളും വാങ്ങി അവരുടെ വിവാഹത്തിന് ഒരുങ്ങാൻ തുടങ്ങി. നിന്റെ അനിയത്തിമാരുടെ വിവാഹം കഴിഞ്ഞിട്ടുമതി നിനക്കുവേണ്ടി ചിന്തിക്കാൻ അമ്മ രഞ്ജിനിയോട് പറയുമായിരുന്നു. ആദ്യമിത് സന്തോഷത്തോടെ സ്വീകരിച്ചെങ്കിലും ഓരോ തവണയും വരുന്ന വിവാഹാലോചനകളെ അമ്മ തടസ്സപ്പെടുത്താൻ തുടങ്ങി. അനിയത്തിമാർക്കു മുൻപ് മൂത്തമകൾക്ക് വിവാഹം കഴിക്കുന്നത് ദുശ്ശകുനമാണെന്ന ചിന്തയായിരുന്നു കാരണം. ജാനകിയുടെയും പാർവതിയുടെയും വിവാഹം കഴിഞ്ഞു. രഞ്ജിനിയുടെ എല്ലാ സമ്പാദ്യങ്ങളും ആ 2 കല്യാണങ്ങൾക്കായി ഹോമിക്കപ്പെട്ടു. ഓരോ വിവാഹവും കഴിയുമ്പോൾ സ്വന്തമായി ഒരു ജീവിതം നഷ്ടപ്പെട്ടവളെപ്പോലെ അവൾ നിന്നു. ആരും അത് ശ്രദ്ധിച്ചില്ല. ഒരു ദിവസം അനിയത്തിമാർ ഭർത്താക്കന്മാരുമായി വീട്ടിൽ വന്നപ്പോൾ അവരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. പക്ഷേ അന്ന് രാത്രിയിൽ അവർ പോയിക്കഴിഞ്ഞപ്പോൾ അവൾ കണ്ണാടിക്ക് മുന്നിൽ നിന്നു. തന്നെ സ്നേഹിക്കുന്ന എന്നാൽ തന്നെ ആരും സ്നേഹിക്കാത്ത ഒരു പെൺകുട്ടിയെയാണ് അവൾ കണ്ണാടിയിൽ കണ്ടത്. അടുത്ത ദിവസം അവൾ അമ്മയോടൊരു കാര്യം പറഞ്ഞു. അമ്മേ, ഞാൻ ജോലി രാജിവെച്ച് വേറൊരു നഗരത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. എന്താ രഞ്ജിനി, നിനക്ക് ഭ്രാന്തുണ്ടോ? അമ്മ ദേഷ്യപ്പെട്ടു. എനിക്ക് സ്വന്തമായി ജീവിക്കാൻ വേണ്ടിയാണമ്മേ, രഞ്ജിനി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അവളുടെ അമ്മയുമായി വഴക്കിട്ടെങ്കിലും അവൾ തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. അങ്ങനെ അവൾ വീടും ജോലിയും ഉപേക്ഷിച്ച് പുതിയ നഗരത്തിലേക്ക് വണ്ടി കയറി. തന്റെ ജീവിതം ഒറ്റയ്ക്കു തുടങ്ങണമെന്ന് അവൾ തീരുമാനിച്ചു. പുതിയ നഗരത്തിലെ ചെറിയൊരു ഫ്ളാറ്റിൽ അവൾ വാടകയ്ക്ക് താമസിച്ചു. അതവൾക്ക് സ്വാതന്ത്ര്യം നൽകി. ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങളായി കടന്നുപോയി. അവളുടെ മനസ്സിന്റെ മുറിവുകൾ ഉണങ്ങാൻ തുടങ്ങി. പഴയ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ തന്റെ ഫ്ളാറ്റിന് താഴെയുള്ള ഹാളിൽ ട്യൂഷൻ ക്ലാസുകൾ തുടങ്ങാൻ തീരുമാനിച്ചു. ഒരു ദിവസം ഏകദേശം 15 വയസ്സുള്ള ഒരു പയ്യനുമായി അവന്റെ അമ്മ രഞ്ജിനിയുടെ അടുത്തേക്ക് വന്നു. അവന്റെ പേര് മനു. അവൻ പഠനത്തിൽ വളരെ പിന്നിലായിരുന്നു. ക്ലാസുകൾ തുടങ്ങിയപ്പോൾ മനു വളരെ നിശബ്ദനായിരുന്നു. അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി പോലും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ട്യൂഷൻ സമയം കഴിഞ്ഞിട്ടും മനു വീട്ടിലേക്ക് പോകാൻ മടിച്ചു. എനിക്കിപ്പോൾ പോകാൻ പേടിയാണ് ടീച്ചർ, അമ്മ എന്നെ വഴക്കു പറയും. ട്യൂഷൻ എനിക്ക് ഒരുപാടിഷ്ടമാണ്. അവന്റെ വാക്കുകൾ രഞ്ജിനിയുടെ ഹൃദയത്തിൽ തട്ടി. അവന്റെ വീട്ടിൽ സ്നേഹമില്ലായ്മ അനുഭവിക്കുന്നുണ്ടെന്ന് അവൾ മനസ്സിലാക്കി. രഞ്ജിനി അവനുവേണ്ടി ഒരു പുതിയ ലോകം തുറന്നുകൊടുത്തു. സ്കൂളിൽ പഠിപ്പിക്കാത്ത പുതിയ പാഠങ്ങൾ, കഥകൾ, കളികൾ. മനുവിന്റെ സങ്കടങ്ങളും സ്വപ്നങ്ങളും അവൻ രഞ്ജിനിയോട് പങ്കുവച്ചു. അവന്റെ അമ്മയുടെ ക്രൂരമായ പെരുമാറ്റത്തെക്കുറിച്ച് അവൻ തുറന്നു പറഞ്ഞു. രഞ്ജിനി അവനെ സാന്ത്വനിപ്പിച്ചു. അങ്ങനെയിരിക്കെ രഞ്ജിനിയുടെ ഫ്ളാറ്റിന് മുകളിലത്തെ നിലയിൽ താമസിക്കുന്ന അജയ് എന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ അവൾ പരിചയപ്പെട്ടു. കുട്ടികളോട് സംസാരിക്കാൻ അജയ്ക്ക് വളരെ ഇഷ്ടമായിരുന്നു. മനുവിനോട് സംസാരിച്ച് അവന്റെ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ അജയ് ശ്രമിച്ചു. പതിയെ മനുവും അജയും നല്ല സുഹൃത്തുക്കളായി. ഒരു ദിവസം ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ മനു മടിച്ചു. ടീച്ചറെ വീട്ടിലെത്തുന്നതുവരെ എന്നെ ഒറ്റയ്ക്കാക്കരുത്, അവൻ പറഞ്ഞു. അവന്റെ ആഗ്രഹത്തിന് സമ്മതം മൂളി രഞ്ജിനി അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവന്റെ അമ്മ രഞ്ജിനിയോട് കയർത്തു സംസാരിച്ചു. അന്ന് വൈകുന്നേരം നല്ല മഴയായിരുന്നു. രഞ്ജിനി ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ മനു ബസ് സ്റ്റോപ്പിൽ മഴ നനഞ്ഞു വിറച്ച് ഇരിക്കുന്നത് കണ്ടു. അവന്റെ ട്യൂഷൻ സമയം കഴിഞ്ഞ് മണിക്കൂറുകൾ പിന്നിട്ടിരുന്നു. അമ്മ എന്നെ വീട്ടിൽ നിന്നും ഇറക്കിവിട്ടു ടീച്ചർ. എന്നെ ആവശ്യമില്ലെന്ന് പറഞ്ഞു, അവൻ പറഞ്ഞു. അവന്റെ ശബ്ദം വിറച്ചു. രഞ്ജിനിയുടെ മനസ്സ് നൊന്തു. അവൾ അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു ഗ്ലാസ് ചൂടുള്ള പാൽ കൊടുത്തു. അവന്റെ നനഞ്ഞ വസ്ത്രങ്ങൾ മാറ്റാൻ കൊടുത്തു. അമ്മ എന്നെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു ടീച്ചർ, മനു ഉറപ്പിച്ചു പറഞ്ഞു. രഞ്ജിനി അവന്റെ അമ്മയെ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഫോൺ ഓഫായിരുന്നു. അജയിനെ വിളിച്ച് കാര്യം പറഞ്ഞു. നമുക്കവന്റെ വീട്ടിൽ പോയി നോക്കാം രഞ്ജിനി, അജയ് പറഞ്ഞു. അവർ മനുവിന്റെ വീട്ടിലേക്ക് പോയി. വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അകത്തേക്ക് കയറിയപ്പോൾ വീട് കാലിയായിരുന്നു. ഒരു വസ്തുപോലും അവിടെയില്ല. എല്ലാ സാധനങ്ങളും എടുത്ത് അവർ വീട് വിട്ടുപോയിരുന്നു. നമ്മൾ അവനെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കണം, രഞ്ജിനി പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് രഞ്ജിനി. ഈ കുട്ടിക്ക് നമ്മളില്ലാതെ മറ്റാരുമില്ല, അജയ് പറഞ്ഞു.
അങ്ങനെ മനു രഞ്ജിനിയുടെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. അവന്റെ നിഷ്കളങ്കമായ ചിരിയും കളിയും രഞ്ജിനിയുടെ ഉള്ളിലെ ഒറ്റപ്പെടലിന്റെ വേദനകളെ പതിയെ മായ്ക്കാൻ തുടങ്ങി. 2 ദിവസം കഴിഞ്ഞ് രഞ്ജിനി മനുവിനോട് അവന്റെ മുൻകാല ജീവിതത്തെക്കുറിച്ച് ചോദിച്ചു. ടീച്ചറെ, ഞാൻ എന്റെ അച്ഛനമ്മമാരുടെ സ്വന്തം മകനല്ല. ഞാൻ ദത്തെടുത്ത കുട്ടിയാണ്, അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഈ സത്യം രഞ്ജിനിയെ വല്ലാതെ ഉലച്ചു. അവൾക്ക് മനുവിനോട് ദേഷ്യവും സംശയവും തോന്നി. അവൾക്ക് എന്തു പറയണമെന്നറിയില്ലായിരുന്നു. താൻ ഉപേക്ഷിക്കപ്പെട്ടവളാണെന്നെനിക്ക് ഈ പ്രശ്നങ്ങൾ ആവശ്യമില്ലെന്ന് അവൾ മനസ്സിൽ വിചാരിച്ചു. മനുനി ഇവിടുന്ന് പോകണം, അവൾ പറഞ്ഞു. അവന്റെ മുഖം മ്ലാനമായി. അവൻ ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോകാൻ തയ്യാറെടുത്തു. പിറ്റേന്ന് രാത്രി രഞ്ജിനിയുടെ മനസ്സ് കലുഷിതമായിരുന്നു. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ മനു തണുപ്പിൽ വിറച്ചവശനിലയിൽ റോഡിൽ കിടക്കുന്നതു അവൾ കണ്ടു. അവൾ വേഗം അജയിനെ വിളിച്ചു. അവർ ഓടിച്ചെന്ന് മനുവിനെ ആശുപത്രിയിലെത്തിച്ചു. ഡോക്ടർ പരിശോധിച്ചു. അവന് ജന്മനാ തലച്ചോറിലെ ഒരു അപൂർവ രോഗമുണ്ട്. അത് മനസ്സിന്റെ വികാരങ്ങളെയും ശരീരത്തിന്റെ പ്രതികരണങ്ങളെയും ബാധിക്കുന്നുണ്ട്. ആരും അവനെ ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്നു, ഡോക്ടർ പറഞ്ഞു. രഞ്ജിനി ഞെട്ടിപ്പോയി. താൻ കാരണം ഒരു ജീവൻ അപകടത്തിലായിരിക്കുന്നു എന്ന് അവൾക്കു മനസ്സിലായി. അജയ്, എനിക്കിനി അവനെ ഉപേക്ഷിക്കാൻ കഴിയില്ല. അവൻ എന്റെ മകനായി എന്റെ കൂടെ തന്നെ ഉണ്ടാവും, രഞ്ജിനി പറഞ്ഞു. ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് രഞ്ജിനി, അജയ് പറഞ്ഞു. ആ നിമിഷം മുതൽ രഞ്ജിനിയുടെ ജീവിതം പൂർണ്ണമായും മാറി. അവളുടെ ലോകം മനുവും അവന്റെ ആരോഗ്യവും മാത്രമായി ചുരുങ്ങി. ആശുപത്രിവാസത്തിനു ശേഷം മനു രഞ്ജിനിയുടെ വീട്ടിലേക്ക് മടങ്ങി. അവന്റെ കണ്ണുകളിൽ ഒരു പുതിയ തിളക്കമുണ്ടായിരുന്നു. ടീച്ചറെ, ഇനി ഞാൻ നിങ്ങളെ അമ്മേ എന്ന് വിളിച്ചോട്ടെ? മനു ചോദിച്ചു. രഞ്ജിനിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ അവനെ ചേർത്തുപിടിച്ച് ഉമ്മ വെച്ചു. നീ എന്നെ അമ്മേ എന്ന് വിളിച്ചോളൂ, അവൾ പറഞ്ഞു. ആ രാത്രി അജയ് രഞ്ജിനിയുടെ വീട്ടിൽ വന്നു. നമുക്ക് 3 പേർക്കും ഒരുമിച്ച് ഒരു കുടുംബമായി ജീവിച്ചാലോ? മനുവിന്റെ അച്ഛനും അമ്മയും ഞാനും നിങ്ങളുമാകാം, അജയ് ചോദിച്ചു. രഞ്ജിനി ഞെട്ടിപ്പോയി. അവളുടെ നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ വീണ്ടും പൂവിട്ടതുപോലെ അവൾക്ക് തോന്നി. നമുക്ക് വിവാഹം കഴിച്ചാലോ? അജയ് ചോദിച്ചു. രഞ്ജിനിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ തലയാട്ടി. അജയ് അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. ആ നിമിഷം 3 പേരും ഒരു പുതിയ കുടുംബമായി മാറി. രഞ്ജിനിയും അജയും വിവാഹം കഴിച്ചു. അവർ മനുവിനെ നിയമപരമായി ദത്തെടുത്തു. രഞ്ജിനിയുടെ സ്വന്തം വിവാഹത്തിന് മുൻഗണന നൽകിയ അമ്മയുടെ സ്വാർത്ഥത കാരണം 35 വയസ്സായിട്ടും അവർക്ക് വിവാഹം കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാലിപ്പോൾ അവർക്ക് സ്നേഹവും വാത്സല്യവും കുടുംബവും ലഭിച്ചു. ദൈവവിശ്വാസത്തിലൂടെ അവർക്ക് ജീവിതത്തിലെ നഷ്ടപ്പെട്ട സന്തോഷം തിരികെ കിട്ടിയതുപോലെ തോന്നി.